ആമേൻ. ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഒരവസരം കൂടെ തന്നല്ലോ. വർഷത്തിന്റെ അവസാന വ്യാഴാഴ്ചയാണല്ലോ ഇന്ന്. ഇത്രത്തോളം ദൈവം നമ്മളെ സഹായിച്ച് വഴി നടത്തി. ലൈനിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇപ്പോൾ നമ്മൾ ഒരു പാട്ട് കേൾക്കാനായിട്ട് പോവുകയാണല്ലോ. സിസ്റ്റർ ബിൻസി ജയനെ പാട്ട് പാടുന്നതിന് വളരെ സന്തോഷത്തോടെ ലൈനിലേക്ക് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോ, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും, എന്നാവതെങ്ങനെ മിണ്ടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എന്നെ അനുദിനം നയിച്ചിടണമേ, വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാൻ. എന്നെ അനുദിനം നയിച്ചിടണമേ, വീഴാതെ അന്നു നിന്നടുക്കലെത്തിടാൻ. ആലംബമായിടും ആത്മാവെ തന്നതാൽ, ആലംബമായിടും ആത്മാവെ തന്നതാൽ സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ, പറയാം ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. പാപച്ചെളിയിൽ നിന്നു വീണ്ടെടുത്തന്നെ, പറയാം ക്രിസ്തുവിൽ സ്ഥിരപ്പെടുത്തി നീ. എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം, എന്നാവിൽ തന്നു നീ നവ്യ സങ്കീർത്തനം. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ, കൺമണി പോലെ കാത്തിടും നിന്നെ. എൻ കണ്ണുനീരെല്ലാം തുടച്ചിടുന്നു നീ, കൺമണി പോലെ നിത്യം കാത്തിടും നിന്നെ. വൻകൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ, വൻകൃപയോർക്കുമ്പോൾ എന്നുള്ളം തുള്ളുന്നേ. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സന്താപകാലത്തും സന്തോഷകാലത്തും, സന്താപകാലത്തും സന്തോഷകാലത്തും എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ,
എപ്പോഴും എൻ്റെ നാവു നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്കു സ്തോത്രം പാടിടും. 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ആമേൻ. താങ്ക് യു ബിൻസി. ദൈവം കുടുംബമായിട്ട് അവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന എല്ലാ വിഷയങ്ങളുടെ മേലും ദൈവ അത്ഭുതങ്ങളെ ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നമുക്ക് സന്താപകാലം സന്തോഷകാലത്തും ദൈവത്തെ സ്തുതിക്കുവാനും സ്തോത്രം ചെയ്യുവാനും മാത്രമേ കഴിയത്തുള്ളൂ. അതാണല്ലോ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. കർത്താവ് നമ്മളെ നടത്തിയ വിധങ്ങള് നാശകരമായ കുഴിയിലും ചേറ്റിലും കിടന്ന് നമ്മളെ കർത്താവ് പാറമേൽ നിർത്തി ക്രിസ്തു എന്ന പാറമേലായതുകൊണ്ടാണല്ലോ നമ്മൾ ഇത്രത്തോളം ഓരോ ദിവസവും ആയിരിക്കുന്നത്. ഹല്ലേലൂയ. എല്ലാറ്റിനും ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ സ്തോത്രം ചെയ്യുവാനും ഇനിയുള്ള നാളുകളിലും കർത്താവ് നമ്മളെല്ലാം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ട് പാടുവാൻ വിൻസിയെ കർത്താവ് ബലപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം. നമ്മൾ തുടർന്ന് ദൈവവചനത്തിന് മുമ്പിലായിരിക്കാൻ പോവുകയാണല്ലോ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും വചന ശുശ്രൂഷയ്ക്ക് വേണ്ടി ലൈനിലേക്ക് ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ ധന്യമേറിയ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യയെങ്കിലും ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് നമ്മെ സഹായിച്ചുവല്ലോ. ദൈവത്തിന് സ്തോത്രം. നാം മുഖവരയിൽ കേട്ടതുപോലെ ഈ 2023 അവസാന വ്യാഴാഴ്ചയിലേക്ക് നാം കടന്നു വന്നിരിക്കുകയാണ്. 2-3 ദിവസത്തിനകം നാം 2024 പ്രവേശിക്കും. സ്തുതിയോടും സ്തോത്രത്തോടും കൂടെ ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ നമ്മെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ദിവസങ്ങളാണല്ലോ ഈ ദിവസങ്ങൾ. നാം കഴിഞ്ഞ വർഷങ്ങളിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 2022 ജൂൺ മാസം 6-ാം തീയതിയാണ് റഷ്യ യുക്രൈനെ ആക്രമിക്കുവാൻ തക്കവണ്ണം കടന്നു വന്നത്. ഈ 2 രാജ്യങ്ങളിൽ കൂടെ 2023 അവസാനമാകുമ്പോഴേക്കും 400 to 500,000 ആൾക്കാരാണ് യുദ്ധം മുഖാന്തരം പട്ടുപോകുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. ദൈവത്തിന് സ്തോത്രം. വളരെ ദുഃഖത്തോടു കൂടെയാണ് 2023 യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നാം പ്രവേശിച്ചത്. ഇനിയും ഒരു സമാധാനം കർത്താവേ നൽകണമേ എന്ന് നാം പ്രാർത്ഥിച്ചുകൊണ്ട് പുതിയ പ്രതീക്ഷകളോടുകൂടെ 2023 നാം പ്രവേശിച്ചു. എന്നാൽ തന്നെയും ഈ 2023 ഒക്ടോബർ മാസം 7-ാം തീയതി നമുക്കറിയാം, മിഡിൽ ഈസ്റ്റിൽ ഹമാസ് കടന്നു വന്ന് 1200 ചെല്ലുവാനും യഹൂദന്മാരെ നിർദാക്ഷിണ്യം കൊല്ലുക മാത്രമല്ല അവരുടെ ശവങ്ങളെയൊക്കെ വളരെ ഒരു ആനിമല് പോലും ചെയ്യാത്ത രീതിയിൽ മൃഗീയമായി പെരുമാറുകയും ഒക്കെയും ചെയ്തിട്ട് ഏതാണ്ട് 200 ചെല്ലുവാനും ആൾക്കാരെ ബന്ധിച്ച് കൊണ്ടുപോയതും യുദ്ധം പ്രഖ്യാപിച്ചതും ഇപ്പോൾ ഏതാണ്ട് 20,000-22,000 ആൾക്കാരോളം പട്ടുപോയിരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിന്റെ പ്രത്യാഘാതങ്ങൾ നടന്നുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ചോരക്കളമായിരിക്കുന്ന സന്ദർഭത്തിൽ സമാധാനം ഈ ഭൂമിയിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുമ്പോൾ ആണ് 24 ഭക്തിയോടും വിശുദ്ധിയോടും പ്രാർത്ഥനയോടും കൂടെ സമാധാന പ്രഭുവായ കർത്താവിൽ ആശ്രയം വെച്ച് നാം പ്രവേശിക്കുവാനായിട്ട് പോകുന്നത്. ഒരു വലിയ ഒരുക്കത്തോടുകൂടെ വലിയ പ്രാർത്ഥനയോടുകൂടെ വേണം നാം 2024 പ്രവേശിക്കേണ്ടത്. 23 ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും ഉണ്ടായി എങ്കിൽ തന്നെയും നമ്മളെയൊക്കെയും കർത്താവ് കൃപയാൽ കാത്തു നമ്മുടേതായിട്ടുള്ളതായ വിശുദ്ധിയുടെ പൂർണ്ണത കൊണ്ടോ ഒന്നുമല്ല. ഹല്ലേലൂയ. അവിടുത്തെ കൃപ, അവിടുത്തെ ദയ നമ്മുടെ മേൽ വളരെ അധികമായി ഒഴുകിയത് കൊണ്ട് ദൈവകൃപയുടെ ബഹുത്വത്താൽ ജീവനുള്ളവരുടെ ദേശത്തെ കർത്താവ് നമ്മെ ശേഷിപ്പിച്ചു. ഈ 2023 നമ്മുടെ വളരെ പ്രിയപ്പെട്ട സ്നേഹിക്കുന്നവരും നമ്മുടെ കുടുംബത്തിൽപ്പെട്ടവരും പലരും കർത്തൃസന്നിധിയിലേക്ക് പ്രത്യാശയോടുകൂടെ ചേർക്കപ്പെട്ടു. നാം ഈ ഭൂമിയിൽ കാത്തിരിക്കുകയാണ്.
കർത്താവെ എപ്പോൾ വരുമെന്നുള്ളതായ പ്രാർത്ഥനയോടുകൂടെ നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നു. അവിടുത്തെ വരവിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് 2024 പ്രവേശിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നാം യഹൂദന്റെ കലണ്ടറും പ്രകാരം നോക്കുകയാകുന്നുവെങ്കിൽ അവരുടെ പുതുവർഷം ഓൾറെഡി സെപ്റ്റംബർ മാസം ആരംഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. സെപ്റ്റംബർ മാസത്തെ കാഹളനാഥ പെരുന്നാളിനോടുകൂടെ യഹൂദന്റെ പുതുവർഷം ആരംഭിച്ചു കഴിഞ്ഞു. യഹൂദ കലണ്ടറും പ്രകാരം 5784 വർഷത്തിലെ അവരായിരിക്കുകയാണ്. 5784 വർഷത്തിൽ 2-3 മാസത്തോളം മുന്നിട്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. 5783 വർഷമായിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. ഒത്തിരി പ്രവചന സൂക്തങ്ങളും ഒത്തിരി കാര്യങ്ങളും ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് 5783-84 വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ട് ന്യൂമറിക്കൽ കോഡിൽ കൂടെ പ്രവചനത്തിൽ കൂടെ ഒക്കെയും നമുക്ക് പഠിക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അങ്ങനെ ഒരു പഠനത്തിലേക്ക് ഞാൻ പോകുവാൻ ഇന്ന് രാത്രിയിൽ ആഗ്രഹിക്കുന്നില്ല. അതിന് നമ്മുടെ മുമ്പിൽ സമയവുമില്ല. അല്പമായി കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ ദൂതെ ഈ 23 പറയുവാനായിട്ടാണ് ക്രിസ്തുയേശുവിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ യിശയ്യാ പ്രവചനം 56 അധ്യായത്തിന്റെ 1 വാക്യം വായിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുവാനും അടുത്തിരിക്കയാൽ ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിക്കുവീൻ. ദൈവത്തിന് സ്തോത്രം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഹല്ലേലൂയ, എന്റെ രക്ഷ വരുവാനും എന്റെ നീതി വെളിപ്പെടുത്തുവാനും അടുത്തിരിക്കുകയാൽ നാം ചെയ്യേണ്ട കാര്യം എന്താണ്? ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. യിശയ്യാ പ്രവചനം 56 അധ്യായം മുതൽ 59 അധ്യായം വരെ ഓരോ അധ്യായങ്ങളും വായിക്കുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിന്റെ രക്ഷയും നീതിയും വരുവാൻ സമയം ആസന്നമായിരിക്കുകയാൽ യഹൂദന്മാരോട് അവസാനമായി ദൂത് പറയുകയാണ്, നിങ്ങൾ മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുന്ന ദൂതുകളാണ് 56 അധ്യായം, 57 അധ്യായം, 58 അധ്യായം, 59 അധ്യായം. യിശയ്യാ പ്രവചനം 1 അധ്യായം മുതൽ 66 അധ്യായം വരെ ഓരോ അധ്യായങ്ങളിലും മാനസാന്തര ദൂത് കാണുന്നുണ്ടെങ്കിൽ തന്നെയും പ്രത്യേകിച്ച് ഈ 4 അധ്യായങ്ങൾ പഠിക്കുമ്പോൾ കർത്താവ് രക്ഷ വെളിപ്പെടുവാൻ, കർത്താവിന്റെ നീതി വെളിപ്പെടുവാൻ ആസന്നമായിരിക്കുകയാൽ അവരെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവം പ്രവർത്തിക്കുന്ന ഒരു മാനസാന്തര വിളിയാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഹല്ലേലൂയ 2023 വ്യാഴാഴ്ചയുടെ ഈ അവസാന വ്യാഴാഴ്ച, ഹല്ലേലൂയ സ്തോത്രം, ഈ രാത്രി സന്ദർഭത്തിൽ നമ്മുടെ കർത്താവിന്റെ കാഹളധ്വനി കാതുകളിൽ കേൾക്കുവാൻ സമയം ആസന്നമായിരിക്കുകയാൽ നമ്മെ തന്നെ നാം ഒരുക്കുക. ന്യായം പ്രമാണിച്ച് നീതി പ്രവർത്തിപ്പീൻ. ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നോക്കിയാലും ന്യായവും നീതിയും അശേഷമില്ലാതെ അധർമ്മവും അശുദ്ധിയും മ്ലേച്ഛതയും കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൽ സ്വർഗത്തിലെ ദൈവം നമ്മളോട് കൽപ്പിക്കുകയാണ്, കർത്താവിന്റെ രക്ഷ വെളിപ്പെടുവാൻ സമയമാസന്നമായിരിക്കുന്നു. അവിടുത്തെ നീതി വെളിപ്പെടുവാൻ സമയമാസന്നമായിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു മാനസാന്തരം ആവശ്യമാണ്. 56 അധ്യായത്തിൽ
ഹല്ലേലൂയ ഒരു വലിയ മാനസാന്തര വിളി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 57-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല, ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുമ്പ് കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഭക്തന്മാർ പോലും ഈ ലോകത്തിൽ ജീവിക്കുവാൻ കഴിയാതെ വണ്ണം തിരുസഭയ്ക്ക് ഭീഷണിയും പേർസിക്യൂഷനും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു മാനസാന്തരത്തിനായി നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതുവർഷത്തിലേക്ക് പുതിയ തീരുമാനത്തോടുകൂടെ പ്രവേശിക്കുകയും ഈ നാശകരമായ ലോകത്തിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മെയും നമ്മുടെ പ്രിയപ്പെട്ടവരെയും കാത്തതിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടെ സ്തോത്രം ചെയ്യുകയും ചെയ്യുവാൻ നാം കടപ്പെട്ടിരിക്കുന്നു. 58-ാം അധ്യായത്തിലേക്ക് പറയുകയാണ്, അതുകൊണ്ട് ഹല്ലേലൂയ ഉറക്കെ വിളിക്ക, അടങ്ങിയിരിക്കരുത്, കാഹളനാദം പോലെ എന്റെ ജനത്തിനെ അവരുടെ ലംഘനത്തെയും യാക്കോബ് ഗൃഹത്തിനെ അവരുടെ പാപങ്ങളെയും അറിയിക്കുക. ഒരു മാനസാന്തരത്തിനായുള്ള വിളിയാണ്. 59-ാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം എന്റെ കൈ കുറുതായി പോയിട്ടില്ല, കേൾപ്പാൻ കഴിയാതെ വണ്ണം എന്റെ ചെവി മന്ദമായിട്ടില്ല, എന്നാൽ നിങ്ങളുടെ അകൃത്യങ്ങൾ വലുതായിരിക്കുകയാൽ എന്റെ രക്ഷ നിങ്ങളിൽ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം സാധിക്കുന്നില്ല. 56-ാം അധ്യായവും 59-ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളും ഇണചേർന്നു കിടക്കുന്നതാണ്. എന്റെ രക്ഷയും എന്റെ നീതിയും വെളിപ്പെടുവാൻ സമയമാസന്നമായിരിക്കുകയാൽ ന്യായവും നീതിയും പ്രവർത്തിപ്പീൻ എന്നുള്ള ദൂത് പറഞ്ഞിട്ട്, മാനസാന്തര ദൂതുകൾ പറഞ്ഞിട്ട് 59-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പറയുകയാണ്, നിങ്ങളുടെ അകൃത്യങ്ങള്, നിങ്ങളുടെ പാപങ്ങളൊക്കെ എന്നെയും നിങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിപ്പാൻ കഴിയുവാൻ എനിക്ക് സാധിക്കുന്നില്ല. എന്റെ രക്ഷ അടുത്തിരിക്കുകയാൽ മാനസാന്തരപ്പെടുവാൻ പറഞ്ഞ യഹോവയായ ദൈവം 59-ാം അധ്യായത്തിൽ പറയുകയാണ്, എനിക്ക് നിങ്ങളെ രക്ഷിപ്പാൻ കഴിയുന്നില്ല. കാരണം എന്താണ്? ഹല്ലേലൂയ നിങ്ങളുടെ പാപങ്ങളും അകൃത്യങ്ങളുമാണ്. ഇന്ന് രാത്രിയിൽ ദൈവജനമേ, ദൈവത്തെ ഭയപ്പെട്ട് ദൈവകൃപയുടെ ബഹുത്വത്തിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും വീണ്ടും ഒരു സ്വയശോധന ചെയ്ത് താഴ്മയോടെ ഭക്തിയോടെ കർത്താവിന്റെ സന്നിധിയിലെ ആയിരിക്കാൻ കർത്താവ് നമ്മെ ഇടയാക്കട്ടെ. എന്നാൽ ഈ 59-ാം അധ്യായം നാം തുടർമാനമായി പഠിക്കുമ്പോൾ തുടക്കം കാണുന്നത് പോലെയല്ല 59-ാം അധ്യായത്തിന്റെ അവസാനം കാണുന്നത്. 3 വിഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്ന 59-ാം അധ്യായത്തിൽ അവരുടെ പാപങ്ങളെ വെളിപ്പെടുത്തുന്നതായി കാണുന്നു, അവരുടെ മാനസാന്തരം കാണുന്നു. ഹല്ലേലൂയ സ്തോത്രം. 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഞങ്ങളുടെ അതിക്രമങ്ങൾ നിന്റെ മുമ്പാകെ പെരുകിയിരിക്കുന്നു, ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങൾക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു, ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾക്ക് ബോധമായിരിക്കുന്നു, ഞങ്ങളുടെ അകൃത്യങ്ങളെ ഞങ്ങൾ അറിയുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഒരു വലിയ 59-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ഒരു വലിയ മാനസാന്തരത്തിലേക്ക് ഇസ്രായേൽ മക്കൾ വരുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. എന്നാൽ അതിന്റെ 16-ാം വാക്യം മുതൽ വരുമ്പോൾ ഈ വലിയ മാനസാന്തരത്തിലേക്ക് വന്ന ജനത്തെ വിടുവിക്കേണ്ടതിന് അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് വലിയ മാനസാന്തരത്തിലേക്ക് വന്നപ്പോൾ അവരെ രക്ഷിപ്പാൻ ഇറങ്ങി വരുന്ന ദൈവപ്രവൃത്തിയാണ് 16-ാം വാക്യം മുതൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷതയെ വെളിപ്പെടുത്തിക്കൊണ്ടാണ് 16-ാം വാക്യം മുതൽ ഹല്ലേലൂയ അതിന്റെ അവസാന വാക്യമാകുന്ന 21-ാം വാക്യം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ഭുജം
ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ, അവിടുത്തെ തീഷ്ണത ഒരു മേലങ്കി പോലെ പുതച്ച് അവന്റെ പ്രതികാര വസ്ത്രം ധരിച്ച് ഹല്ലേലൂയ സ്തോത്രം തന്റെ ജനത്തെ രക്ഷിക്കേണ്ടതിനു വേണ്ടി ഇറങ്ങി വരുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 19-ാം വാക്യത്തിൽ അങ്ങനെ അവൻ പടിഞ്ഞാറും യഹോവയുടെ നാമത്തെ കിഴക്കും ഹല്ലേലൂയ അവന്റെ മഹത്വത്തെ ഭയപ്പെടും, കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായുന്നതുമായ ഒരു നദി പോലെ അവൻ വരും എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. അത് ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്. When the enemy shall come like a flood, the spirit of the Lord shall lift up a standard against him. ഹല്ലേലൂയ. അതിന്റെ അർത്ഥം ഇവിടെ യേശുക്രിസ്തു അതിന്റെ മൂർച്ഛിത അവസ്ഥയിൽ ഇസ്രായേൽ മക്കളെയും ലോകത്തെയും പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിമി ശത്രുവാകുന്ന സാത്താനും പഴയ പാമ്പായ സാത്താനും യേശുക്രിസ്തുവും കള്ളപ്രവാചകനും കൂടെ മഹാദോഷങ്ങൾ ലോകത്തിൽ ചെയ്ത് വിശേഷാൽ ഇസ്രായേൽ മക്കളെ ദണ്ഡിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ ഇസ്രായേലിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ വരുന്നു. ഇന്ന് രാത്രിയിൽ പറയുകയാണ്, ദൈവജനമേ, നിനക്കെതിരായി ശത്രു ശക്തിയോടെ വരുമ്പോൾ ആ ശത്രുവിന്റെ ശക്തിയെ ജയിക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ ഒഴുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നാമേ യുദ്ധവും യുദ്ധശ്രുതികളും കഷ്ടവും നിന്ദയും അപമാനവും ഉള്ളതായ ഒരു ലോകത്തിലായിരിക്കുമ്പോൾ ഈ 19-ാം വാക്യത്തിൽ കാണുന്നത് പോലെ ഹല്ലേലൂയ എനിമി തന്റെ ശക്തിയോടുകൂടെ ഹല്ലേലൂയ രോഗങ്ങളെ, ബന്ധനങ്ങളെ, കഷ്ടങ്ങളെ, പ്രയാസങ്ങള്, പ്രതിസന്ധികളെ, തലമുറകൾ അനുഭവിക്കുന്ന ദുരിതങ്ങള് ഇവയൊക്കെയും കാണുമ്പോൾ ഒരു കാര്യം നാം മനസ്സിലാക്കണം. The Lord shall lift up a standard against him. ഹല്ലേലൂയ. നമുക്കെതിരായി ദുഷ്ടൻ എന്തെല്ലാം രീതിയിൽ വാടകോരിയാലും ഹല്ലേലൂയ കെട്ടി നിന്നതും തള്ളിപ്പായുന്നതായ ഒരു നദി പോലെ എന്ന് പറഞ്ഞാൽ അണക്കെട്ടുകളൊക്കെ ഹല്ലേലൂയ കെട്ടി വെള്ളം അതിന്റെ ഉയരത്തിലേക്ക് ഉയർന്ന് ഇരിക്കുമ്പോൾ ഈ അണക്കെട്ട് ഒന്ന് പൊട്ടിപ്പോയാൽ ഹല്ലേലൂയ എത്ര ഊറ്റോടെ എത്ര ശക്തിയോടെ വെള്ളം പാഞ്ഞു വരുന്നത് പോലെ ജീവന്റെ ആത്മാവ് നമ്മുടെ മർത്യു ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുമ്പോൾ നിന്നെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, നിന്റെ കുടുംബത്തെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, നിന്റെ തലമുറകളെ ബന്ധിച്ചിരിക്കുന്ന ബന്ധനങ്ങൾ, അത് രോഗങ്ങളാകട്ടെ, അത് ബാധകളാകട്ടെ, അത് ശാപങ്ങളാകട്ടെ, അതിന്മേൽ ജയമെടുക്കത്തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ശക്തിയോടെ നിന്നിലും എന്നിലും വ്യാപരിക്കേണ്ടതിനെ ഈ 23-ന്റെ അവസാന ദിവസങ്ങളിൽ വളരെ പ്രാർത്ഥനയോടും ശക്തിയോടും കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. 20-ാം വാക്യം. ഹല്ലേലൂയ. എന്നാൽ സിയോനും യാക്കോബിൽ അതിക്രമം വിട്ടുതിരിയുന്നവർക്കും അവൻ വീണ്ടെടുപ്പുകാരനായി വരുമെന്ന് യഹോവയുടെ അരുളപ്പാട്. 56-ാം അധ്യായത്തിൽ രക്ഷ സമീപസ്ഥമായിരിക്കുന്നു. 59-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിനെ പാപം നിമിത്തം രക്ഷിപ്പാൻ കഴിയുന്നില്ല. 59-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവരുടെ പാപങ്ങൾ അവർക്ക് ബോധപ്പെട്ട് അവരുടെ അകൃത്യങ്ങൾ നിമിത്തം കുത്തിയവങ്കിലേക്ക് നോക്കി അവർ മാനസാന്തരപ്പെടുന്നു. അപ്പോൾ കർത്താവ് അവരെ രക്ഷിക്കുവാൻ കെട്ടി നിന്നതും തള്ളിപ്പാഞ്ഞു വരുന്നതുമായ ഹല്ലേലൂയ വലിയ ഒഴുക്കുപോലെ ആത്മശക്തിയോടുകൂടെ ഇസ്രായേലിനെ ലോകത്തെ രക്ഷിപ്പാൻ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് ഹല്ലേലൂയ 59-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുകയാണ്. 21-ാം വാക്യം ഹല്ലേലൂയ എനിക്ക് വളരെ സന്തോഷമുള്ളതാണ്. പലപ്പോഴും ഞാൻ എൻ്റെ തലമുറകളോടും എൻ്റെ മക്കളോടും ഞാൻ പറയാറുണ്ട് ഈ വാക്യം. ഹല്ലേലൂയ. ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു. ആരോടെ? സിയോനിൽ അതിക്രമം വിട്ടുതിരിയുന്നവരോടെ.
അവരുടെ വീണ്ടെടുപ്പുകാരനായി വരുന്ന യഹോവ പറയുകയാണ്. ഹല്ലേലൂയ. അവരോട് ചെയ്യുന്ന നിയമം ഇതാകുന്നു എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ മേലുള്ള എന്റെ ആത്മാവേ. ഏതാത്മാവാണ്? ഹല്ലേലൂയ. 19-ാം വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം, എനിമി ഹല്ലേലൂയ വലിയ ശക്തിയോടുകൂടെ ഫ്ലഡ് വരുമ്പോൾ അതിനെ അതിജീവിക്കത്തക്കവണ്ണമുള്ളതായ ശത്രുവിന്റെ ശക്തിയെ തോൽപ്പിക്കുന്നതായ ആ ആത്മാവിന്റെ ശക്തി, അത് പറയുകയാണ്, നിന്റെ മേലുള്ള ശത്രുവിനെ തോൽപ്പിക്കുവാനുള്ള ആ ആത്മാവിന്റെ ശക്തിയും എന്റെ വചനം, വാഗ്ദത്ത വചനം, ഹല്ലേലൂയ, അത് നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ഹല്ലേലൂയ. നിങ്ങൾ ഇത് മറന്നുപോയാലും, ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നുപോയാലും, ഈ 21-ാം വാക്യം ഹല്ലേലൂയ സ്തോത്രം 19 മുതൽ 21 വാക്യം വരെ, വിശേഷാൽ 21-ാം വാക്യം ഹല്ലേലൂയ 2024 പ്രവേശിക്കുമ്പോൾ അത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും വാഗ്ദത്തമായി എടുത്തുകൊണ്ട് നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇരുന്ന് ഇത് കുഞ്ഞുങ്ങളോട് പറഞ്ഞുകൊടുത്ത് അവരിലും നമ്മളിലും വ്യാപരിക്കുന്ന സാത്താന്യ ശക്തിയെ, enemy, when the enemy shall lift up a standard, hallelujah, ശത്രു ശക്തിയോടുകൂടെ കടന്നു വരുമ്പോൾ, അത് രോഗമാകട്ടെ, അത് പ്രശ്നങ്ങളാകട്ടെ, അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, അതിനെ ജയിക്കത്തക്കവണ്ണം ഉള്ള ആത്മശക്തി എന്റെ മേലും, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനം എന്റെ അധരത്തിലും, അത് എന്റെ മേൽ മാത്രമല്ല എന്റെ തലമുറകളുടെ മേലും തലമുറകളുടെ മേലും ഉണ്ടായിരിക്കും. അത് ഇന്നു മുതൽ ഒരു നാളും വിട്ടുപോകയില്ല. ഹല്ലേലൂയ എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. മാറ്റമില്ലാതെ തലമുറയായി 1000 തലമുറ വരെ അനുഗ്രഹിക്കുന്ന പൊന്നു കർത്താവേ, ഈ 2024 നാം പ്രാർത്ഥനയോടും സ്തുതി സ്തോത്രങ്ങളോടും കൂടെ പ്രവേശിക്കുമ്പോൾ ഈ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ശത്രു എത്ര ശക്തിയോടുകൂടെ വന്നാലും, അത് മിഡിൽ ഈസ്റ്റിലെ യുദ്ധമായാലും, അത് യൂറോപ്പിലെ യുദ്ധമായാലും, ഹല്ലേലൂയ, ഇനി യുദ്ധം കുറയുവാൻ പോകുന്നില്ല. വലിയ ഒരു ശക്തി ഹല്ലേലൂയ ഇസ്രയേലിലേക്ക് കടന്നു വരുവാൻ പോകുകയാണ്. താൽക്കാലികമായ ഒരു സമാധാനം അവിടെ ഉണ്ടാകും. അത് അങ്ങനെയാണ് എന്റെ ചിന്ത. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അധികം താമസിക്കാതെ ഹല്ലേലൂയ ഈ സമാധാന സന്ദർഭത്തിൽ റഷ്യയും അധീനതയിലുള്ള രാജ്യങ്ങളും ഒന്നിച്ച് ഇസ്രയേലിനെതിരായി കടന്നു വരും. ഹല്ലേലൂയ. അതിനുശേഷമായിരിക്കും ഏത് ക്രിസ്തു വെളിപ്പെടുന്നത്. ഈ സന്ദർഭങ്ങളില് ഹല്ലേലൂയ സ്തോത്രം ഇപ്പോഴോ എപ്പോഴോ ആ സന്ദർഭങ്ങളിലോ ഏത് ക്രിസ്തു വെളിപ്പെടുന്നതിന് മുമ്പേ കാഹള ശബ്ദം നാം കേൾക്കും. കർത്താവ് വരുന്നു. ഹല്ലേലൂയ. 60-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെ, 56 മുതൽ 59 വരെ മാനസാന്തര വിളിയും, 59-ാം അധ്യായത്തിൽ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷത അവസാന വാക്യങ്ങളിലും, 60-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെ കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ ഇസ്രയേൽ ചെയ്യേണ്ട കാര്യങ്ങളുമാണ് ഇവിടെ പറയുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്കാം, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു, നിന്റെ മേലോ യഹോവ ഉദിക്കും. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും മൂടുന്നു എന്നൊക്കെ പറയുന്നത് ഇത് ക്രിസ്തുവിന്റെ ഭരണകാലത്തെയാണ് അതിന്റെ പ്രൈമായി പറയുന്നത്. എന്നാൽ എന്റെ മേലെ നിന്റെ മേലെ ദൈവത്തിന്റെ തേജസ് ഉദിക്കുകയാണ്. നാം എഴുന്നേറ്റ് പ്രകാശിക്കേണ്ട കാലമാണ്. വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. Arise and shine, hallelujah, for thy light is come.
വരുവാൻ പോകുന്നു എന്നാണ് 56 പറയുന്നത്. 60 പറയുന്നത് വന്നിരിക്കുന്നു, ദ ലൈറ്റ് ഹാസ് കം. നമ്മുടെ ജീവിതത്തിൽ ഈ ദൈവപ്രകാശം, അവിടുത്തെ ഉദയശോഭ നമ്മളിലേക്ക് ഉദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന്റെ ആത്മശക്തി, നമ്മുടെ കർത്താവിന്റെ ജീവന്റെ പ്രകാശം നമ്മുടെ മേൽ പ്രകാശിച്ചുകൊണ്ട് അവിടുത്തെ വരവെങ്കിൽ കർത്താവിന് വേണ്ടി നോക്കി കാത്തിരിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 60-ാം അധ്യായം മുതൽ 66-ാം അധ്യായം വരെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അതിനോടനുബന്ധിച്ച് നടക്കുന്ന കാര്യങ്ങൾ, ഇസ്രായേലിന്റെ രക്ഷ, ഒരു ജാതി പിറക്കുന്നത്, ഇതൊക്കെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. 23 നമ്മെ കാത്ത പൊന്നു കർത്താവേ, 24 സകല അനുഗ്രഹങ്ങൾ കൊണ്ടും നിറയ്ക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ഒത്തിരി കാര്യങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ പറയണ്ടേ എങ്കിൽ തന്നെയും ഞാനിവിടെ നിർത്തട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. 2024 വരുവാനുള്ള ഈ വർഷത്തിൽ സകല മംഗളങ്ങളും സകല അനുഗ്രഹങ്ങളും സകല സമൃദ്ധികളും നേർന്നുകൊണ്ട് കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ തലമുറകളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ ജീവന്റെ ശക്തിയാൽ എഴുന്നേറ്റ് പ്രകാശിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശീർവദിച്ചുകൊണ്ട് ഈ 2023 അവസാനത്തെ വ്യാഴാഴ്ചയിലെ വചന ശുശ്രൂഷയിൽ നിന്നും വിരമിച്ചു കൊള്ളുന്നു. ഗുഡ് നൈറ്റ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു.